എടാ വിഷമിക്കണ്ട നീ. കാരണം നിന്റെ പടച്ചോന് നീ ഇപ്പം അനുഭവിക്കുന്ന എല്ലാ വേദനകളും മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ നിന്റെ വിഷമം, നിന്റെ സങ്കടം, നിന്റെ ഈ സാഹചര്യം എല്ലാം പടച്ചോനറിയാം. പടച്ചോന് നീ നിസ്കരിക്കുമ്പോഴും നീ പടച്ചോനിൽ ദുആയിരക്കുമ്പോഴും വീണ്ടും വീണ്ടും നിനക്ക് സങ്കടങ്ങൾ മാത്രം തന്നുകൊണ്ടിരിക്കുന്നത് എന്തിനറിയോ? നിന്റെ ഹാർട്ട് അത്രയും വീക്കായത് കൊണ്ടാണ്, നിന്റെ ഹൃദയം അത്രയും വീക്കായത് കൊണ്ടാണ്. ആ വീക്കുള്ള ഓരോ പോയിന്റുകളിലും പടച്ചോന് ഓരോ മരുന്നുകളായി തന്ന് നിന്റെ ഹാർട്ടൊന്ന് ഉഷാറാക്കാനുണ്ട്. ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് നിന്റെ ഹാർട്ട് ആയി വന്നു കഴിഞ്ഞാൽ, നിന്റെ ഹൃദയം ആക്കി തന്നു കഴിഞ്ഞാൽ, പിന്നെ നിനക്ക് മുമ്പിൽ വരുന്നതൊക്കെ ഫേസ് ചെയ്യാനുള്ളൊരു കരുത്തും പടച്ചോൻ തരും. അതുകൊണ്ട് തന്നെ ഏതൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന സമയത്തും പടച്ചോൻ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്, അള്ളാഹുവിന്റെ ദുആകളൊന്നും കേൾക്കുന്നില്ല, എന്തുകൊണ്ടാണെന്ന് അറിയൂല എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം വിചാരിച്ചോ, തവക്കൽതു അലല്ലാഹ്. നിന്റെ എല്ലാ പ്രയാസങ്ങളും കാണാൻ കഴിവുള്ളവനാണ് പടച്ചോന് സുന്ദരമായ ആയത്തുകളിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. നിന്റെ റബ്ബ് നിന്നെ ഒരിക്കലും കൈവിടൂല. അതുകൊണ്ട് തന്നെ നിന്റെ ഏതൊരു സാഹചര്യത്തിലും പടച്ചോൻ നിന്റെ കൂടെ ഉണ്ടാവും. കാരണം പടച്ചോനറിയാം നിനക്ക് എന്ത് ഈ സാഹചര്യത്തിൽ നൽകണം, എന്ത് ഈ സാഹചര്യത്തിൽ തട്ടി മാറ്റണം എന്നുള്ളത്. അതുകൊണ്ട് ഏതൊരു പ്രയാസത്തിലും നിന്റെ ഈമാൻ നീ മുറുകെ പിടിച്ചുകൊണ്ട്, നിന്റെ ദൈവത്തെ നീ മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാ ദിവസവും നീ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം. കാരണം നീയൊന്ന് വീഴാന്, നീയൊന്ന് മലർന്ന് കിടക്കാന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ മുമ്പിലൊക്കെ പടച്ചോനോട് തവക്കുൽ ചൊല്ലി മാത്രം മുന്നോട്ട് പോവുക. പടച്ചോൻ നിന്റെ എല്ലാ സാഹചര്യത്തിലും കൂടെ നിൽക്കാൻ കഴിവുള്ളവനാണ്. ഇൻഷാ അല്ലാഹ്.